നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന പ്രതി പിടിയിൽ. കണ്ണംകുടിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജോലിക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവിനെ മദ്യവുമായി പിടികൂടിയത്. ഇയാളിൽ നിന്ന് 4 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനീഷ് പൗലോസ്, SI മാർട്ടിൻ, ASIമാരായ ഷിജു, ഷാജു, CPOമാരായ വിപിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പുതുക്കാട് ഓട്ടോ തൊഴിലാളി യൂണിയൻ AITUC ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കേക്ക് വിതരണവും നടത്തി. പഞ്ചായത്ത് അംഗവും AITUC ഭാരവാഹിയുമായ സുനന്ദ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. LC സെക്രട്ടറി VR രബീഷ് അധ്യക്ഷനായി. ജോസ് MR, ജയകുമാർ, ഡെൽജോ വർഗീസ്, നസീർ, CV അജിത് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 99,000 രൂപ കടന്ന് കുതിച്ചു. ഇന്ന് പവന് 800 രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നത്. 99,200 രൂപയാണ് തിങ്കളാഴ്ചത്തെ പവൻ വില. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 12,400 രൂപയായി. 15-ന് രേഖപ്പെടുത്തിയ 99,280 രൂപയാണ് സർവകാല റെക്കോർഡ്. സ്വർണ്ണവില 1 ലക്ഷം കടന്നു കുതിക്കുമോ എന്ന ആകാംക്ഷയിലാണ് വിപണി. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. ഗുരുവായൂരിൽ നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ഒരുക്കിയ ക്രിസ്മസ് ട്രീ വിവാദത്തിൽ. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. ക്രിസ്മസ് ട്രീ തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് ആരോപിച്ചാണ് UDF കൗൺസിലർമാർ രംഗത്തെത്തിയത്. ഗുരുവായൂർ കിഴക്കേ നടയിലെ AKG സ്മാരക കവാടത്തിലാണ് നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത്. മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് തെറ്റായ സന്ദേശമാണ് നൽകുക എന്ന് UDF ആരോപിച്ചു. സംഭവത്തിൽ UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് KPA റഷീദ് പറഞ്ഞു. പ്രതിഷേധത്തിന് ശേഷം UDF നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഗുരുവായൂർ നഗരസഭ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ വിവാദം തലപൊക്കിയിരിക്കുന്നത്. ഭാഗത്തിനെ അവഗണിക്കുന്ന തരത്തിലാണ് ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ആശങ്ക സെക്രട്ടറിയോട് പ്രത്യേകിച്ചും ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനോട് ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഭംഗിയായിട്ട് അതിനെ കാണുന്നത്. കാരണം അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ലോകത്തിന് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ പ്രകാശം മദ്യക്കുപ്പി കൂടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ശരിയില്ലാത്ത മെസ്സേജ് അതിലുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അപ്പോൾ അത് സെക്രട്ടറി ശ്രദ്ധയിൽ കൊടുത്ത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതോടെ മാറ്റി നല്ല രീതിയിലുള്ള ക്രിസ്മസ് ട്രീ പ്രസന്റ് ചെയ്യുന്നതാണ് ആവശ്യം. പേരാമ്പ്ര പാറയിൽ വെളയനാട്ടുകാരൻ റപ്പായി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫിലോമിനയാണ് ഭാര്യ. സിജി, ബിജു, സജി എന്നിവർ മക്കളും. ജോജി, ജൂന ജോണി, സോഫിയ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ
അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,370 രൂപയും പവന് 98,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.